ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മാംഗല്യം കഥയുടെ 6ാമത്തെ പാർട്ടാണ്. നിങ്ങളിത് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ബാക്കി 5 പാർട്ടുകളും കാണുക കേട്ടോ. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഭാഗം കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഉച്ചഭക്ഷണത്തിന് ശേഷം സ്കൂൾ വീണ്ടും പഴയ തിരക്കിലേക്ക് മടങ്ങിക്കൊണ്ടിരുന്നു. ഇടനാഴികളിലൂടെ കുട്ടികളുടെ കാൽപ്പാടുകളുടെ ശബ്ദം, ഓരോ ക്ലാസ്സിലും അധ്യാപകരുടെ ശബ്ദം, മൈതാനത്ത് നിന്നുള്ള കാറ്റ് ജനൽ വഴി അകത്തേക്ക് വീശുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ കാശിനാഥൻ മുന്നിലിരുന്ന ഫയലുകൾ ഓരോന്നായി പരിശോധിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഓഫീസ് സ്റ്റാഫിനോട് എന്തൊക്കെയോ ചോദിക്കുകയും രജിസ്റ്ററിൽ കുറിപ്പുകൾ എഴുതുകയും ചെയ്തു. മുഖത്ത് പതിവ് പോലെ അതേ ഗൗരവം. അപ്പോഴാണ് സ്കൂളിൻ്റെ 2ാം നിലയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഉച്ചത്തിലുള്ള ശബ്ദം മുഴങ്ങിയത്. "ഇങ്ങോട്ട് വാടാ രണ്ടുപേരും!" അതോടൊപ്പം മീരയുടെ ദേഷ്യം നിറഞ്ഞ ശബ്ദവും. "ഇതാണോ സ്കൂളിൽ വന്ന് കാണിക്കേണ്ടത്?" ആ ശബ്ദം ഓഫീസിനുള്ളിൽ വരെ വ്യക്തമായി കേട്ടു. കാശിനാഥൻ എഴുതിക്കൊണ്ടിരുന്ന പേന നിർത്തി. അവൻ പതിയെ തലയുയർത്തി. പുറത്തുണ്ടായിരുന്ന പ്യൂൺ രാജൻ അമ്പരന്ന് അങ്ങോട്ട് നോക്കി നിന്നു. "എന്താ അവിടെ?" കാശിനാഥൻ ഗൗരവത്തോടെ ചോദിച്ചു. "അറിയില്ല സാർ, മീര ടീച്ചറുടെ ശബ്ദമാണ്." ഒരു നിമിഷം പോലും വൈകാതെ കാശിനാഥൻ കസാരയിൽ നിന്ന് എണീറ്റു. ഷർട്ടിൻ്റെ കൈയൊന്ന് നേരെയാക്കി. പതുക്കെയല്ല, വേഗത്തിൽ ഇടനാഴിയിലൂടെ അവൻ നടന്നു. അതേസമയം സ്റ്റാഫ് റൂമിൽ നിന്ന് എന്തോ പുസ്തകമെടുക്കാനായി ഇറങ്ങിയ ഇന്ദുവും ആ ബഹളം കേട്ട് ഞെട്ടി. "മീരയല്ലേ അത്?" അവൾ സ്വയം പറഞ്ഞുകൊണ്ട് വേഗം അങ്ങോട്ട് നടന്നു. 2ാം നിലയിലെ 10ാം ക്ലാസ്സിൻ്റെ മുന്നിൽ ഇതിനോടകം കുറച്ചു കുട്ടികൾ കൂടി നിന്നിരുന്നു. മീരയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. മുന്നിൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായ ശരത്തും വീണയും തലകുനിച്ച് നിൽക്കുകയായിരുന്നു. രണ്ടുപേരുടെയും മുഖത്ത് പേടിയും കുറ്റബോധവും വ്യക്തമായിരുന്നു. "ഇത് കണ്ടോ?" കാശിനാഥൻ അടുത്തെത്തിയതും മീര പറഞ്ഞു. "സാർ, ഇവരെക്കുറിച്ച് കുറച്ച് ദിവസമായി ചില സംസാരങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും വലിയ കാര്യമാക്കിയില്ല. കുട്ടികളല്ലേ, പറഞ്ഞ് മനസ്സിലാക്കാന്ന് കരുതി. പക്ഷെ ഇപ്പോൾ..." അവളൊരു ദീർഘനിശ്വാസം വിട്ടു. "ലഞ്ച് ബ്രേക്കിന് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ രണ്ടുപേരും ക്ലാസ്സിൽ ഒറ്റയ്ക്കായിരുന്നു. ബാക്കി ഞാൻ പറയുന്നില്ല. ഞാൻ വന്നതുപോലെ ഇവരെ ശ്രദ്ധിച്ചിട്ടില്ല." മീരയുടെ ശബ്ദത്തിൽ ദേഷ്യമായിരുന്നു. അപ്പോഴേക്കും ഇന്ദുവും അവിടെ എത്തി. മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന ശരത്തിനെയും വീണയും കണ്ടപ്പോൾ അവളുടെ മനസ്സൊന്ന് പിടഞ്ഞു. അവർ അവളുടെ ക്ലാസ്സിലെ കുട്ടികളായിരുന്നു. ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കൂട്ടത്തിൽ പെട്ടവർ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ കാണേണ്ടി വരുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. ഇന്ദു പതുക്കെ മുന്നോട്ട് വന്ന് കുട്ടികളെ നോക്കി. "ശരത്, വീണ." അവളുടെ ശബ്ദത്തിൽ ദേഷ്യത്തേക്കാൾ വേദനയായിരുന്നു. രണ്ടുപേരും തലയുയർത്തിയില്ല. കാശിനാഥൻ കുറച്ചുനേരം എല്ലാവരെയും മാറി മാറി നോക്കി. അവൻ്റെ മുഖം വായിച്ചെടുക്കാൻ പറ്റാത്തതായിരുന്നു. പിന്നെ ശാന്തമായാണെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, "ഇവിടെ നിന്നുകൊണ്ട് ഇത് സംസാരിക്കണ്ട. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു." അവൻ ചുറ്റും കൂടി നിന്ന കുട്ടികളുടെ നേരെ തിരിഞ്ഞു. "എല്ലാവരും അവരവരുടെ ക്ലാസ്സിൽ പൊക്കോളൂ." ആ ഒരു വാക്ക് മാത്രം, അത് മതിയായിരുന്നു. കൂടി നിന്ന കുട്ടികൾ പതുക്കെ പിരിഞ്ഞു. കാശിനാഥൻ വീണ്ടും ശരത്തിനെയും വീണയും നോക്കി. "നിങ്ങൾ രണ്ടുപേരും, മീര ടീച്ചറും ഇന്ദുലേഖ ടീച്ചറും, എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരൂ." അവൻ്റെ ശബ്ദത്തിൽ ഒട്ടും ഉയർച്ചയില്ലായിരുന്നു. പക്ഷേ എതിർക്കാൻ കഴിയാത്ത ഒരു അധികാരമുണ്ടായിരുന്നു. ശരത്തും വീണയും തല കുനിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവരുടെ പിന്നാലെയായി മീരയും. ഏറ്റവും പിന്നിലായി മനസ്സ് നിറയെ നിരാശയോടെ ഇന്ദുവും നടന്നു. പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് പതുക്കെ നടന്നു. ഓഫീസിൻ്റെ വാതിൽ മെല്ലെ തുറന്നു. ആ 4 പേരും അകത്തേക്ക് കയറി. ഓഫീസ് മുറിയുടെ വാതിൽ മെല്ലെ അടഞ്ഞു. മുറിക്കുള്ളിൽ ഒരു നിമിഷം നിശബ്ദത നിറഞ്ഞു. പുറത്ത് സ്കൂളിൻ്റെ പതിവ് തിരക്ക് തുടർന്നുകൊണ്ടിരുന്നെങ്കിലും ആ മുറിക്കുള്ളിൽ നിൽക്കുന്ന 5 പേരുടെയും മനസ്സിൽ ഓരോ ചിന്തകളായിരുന്നു. കാശിനാഥൻ തൻ്റെ കസേരയിലേക്ക് നടന്നു. അവൻ ഇരിക്കുന്നതിന് മുൻപ് മേശപ്പുറത്തിരുന്ന ഫയലുകൾ ഒന്ന് വശത്തേക്ക് മാറ്റിവെച്ചു. പിന്നെ കസേരയിൽ പതുക്കിയിരുന്നു. കുറച്ചു നേരം ഒന്നും സംസാരിച്ചില്ല. വലത് കൈ മെല്ലെ കഴുത്തിൻ്റെ പിന്നിലേക്ക് കൊണ്ടുപോയി ഒന്ന് തിരുമ്മി.
ശേഷം രണ്ട് കൈകളും മേശപ്പുറത്ത് ചേർത്ത് വെച്ച് മുന്നിൽ നിൽക്കുന്ന ശരത്തിനെയും വീണയെയും നോക്കി. രണ്ടുപേരും തലകുനിച്ച് നിൽക്കുകയായിരുന്നു. വീണയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികളായി താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ശരത്തിന്റെ മുഖത്തും വ്യക്തമായ കുറ്റബോധം. ഇന്ദു അവരെ നോക്കിയപ്പോൾ മനസ്സിൽ ഒരു വിഷമം തോന്നി. താൻ പഠിപ്പിക്കുന്ന കുട്ടികളാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ കാണേണ്ടി വരുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. മീരയാകട്ടെ ഇപ്പോഴും ദേഷ്യം അടക്കാൻ കഴിയാതെ പാടുപെടുകയായിരുന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം കാശിനാഥൻ ശാന്തമായി ചോദിച്ചു, ടീച്ചർ പറഞ്ഞത് ശരിയാണോ? അവന്റെ ശബ്ദം ഒട്ടും ഉയർന്നതായിരുന്നില്ല. എന്നാൽ ആ ചോദ്യത്തിന് മുറിക്കുള്ളിൽ വേറൊരു ഭാരമുണ്ടായിരുന്നു. രണ്ടുപേരും തല ഉയർത്തിയില്ല. ശരത്ത് പതുക്കെ അതെ സാർ എന്ന് പറഞ്ഞു. വീണയ്ക്ക് ഒന്നും പറയാനായില്ല. അവൾ കരച്ചിലടക്കാൻ ശ്രമിച്ചുകൊണ്ട് നിശബ്ദമായി നിന്നു. മീര ഉടൻ മുന്നോട്ട് വന്നു. സാർ, ഇത് നിസ്സാരമായി കാണാൻ പറ്റില്ല. ഇവരെക്കുറിച്ച് കുറച്ചു ദിവസമായി ചില സംസാരങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഇത് വീട്ടുകാരെ അറിയിക്കണം. രക്ഷിതാക്കളെ ഇവിടെ വിളിച്ചു വരുത്തണം. പ്രിൻസിപ്പാൾ സാർ ഉണ്ടായിരുന്നെങ്കിൽ അതുതന്നെയായിരിക്കും ചെയ്യുക. മുറിയിൽ വീണ്ടും നിശബ്ദത. കാശിനാഥൻ ഒന്നും മറുപടി പറഞ്ഞില്ല. അവൻ കസേരയിൽ അല്പം പിന്നിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് 2 നിമിഷം ചിന്തിച്ചു. അത് കണ്ടപ്പോൾ മീര വീണ്ടും പറഞ്ഞു, സാർ, ഇങ്ങനെ വിട്ട ഇവർ വീണ്ടും ഇതുതന്നെ ചെയ്യും. അപ്പോഴാണ് ഇതുവരെ മിണ്ടാതിരുന്ന ഇന്ദു മെല്ലെ സംസാരിച്ചത്. മീര, ഒന്ന് നിൽക്ക്. മീര അവളെ നോക്കി. ഇന്ദു പതുക്കെ പറഞ്ഞു, വീട്ടിൽ അറിയിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എല്ലാ വീട്ടുകാരും ഒരുപോലെയല്ല. ചിലപ്പോൾ ദേഷ്യത്തിൽ പഠിപ്പ് തന്നെ നിർത്തിച്ചേക്കാം. കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന തീരുമാനം എടുക്കുന്നതിന് മുൻപ് നമുക്ക് ഒരിക്കൽ കൂടി ആലോചിക്കാം. മീര ഉടൻ എതിർത്തു. അതാണ് ടീച്ചറുടെ പ്രശ്നം. എല്ലാവരെയും പാവമെന്ന് കരുതും. അതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ തലയിൽ കയറുന്നത്. തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ നാളെ ഇതിലും വലിയ പ്രശ്നമാവും. ഇന്ദു ഒന്നും പറഞ്ഞില്ല. അവൾ വീണയെ നോക്കി. ആ കുട്ടി വിറച്ചു നിൽക്കുകയായിരുന്നു. കാശിനാഥൻ പതുക്കെ നേരെയിരുന്നു. മേശപ്പുറത്തിരുന്ന പേന കയ്യിലെടുത്ത് വീണ്ടും വെച്ച ശേഷം വളരെ ശാന്തമായി പറഞ്ഞു, മീര ടീച്ചർ. മീര അവനെ നോക്കി. ഒരു ചോദ്യം ചോദിക്കട്ടെ? ഈ പ്രായത്തിൽ തെറ്റുകൾ സംഭവിക്കില്ലേ? മീര ഒന്നും പറഞ്ഞില്ല. കാശിനാഥൻ തുടർന്നു, നമ്മൾ മുതിർന്നവരായിട്ട് പോലും പല തെറ്റുകളും ചെയ്യുന്നില്ലേ? അപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തെറ്റുപറ്റാൻ സാധ്യതയില്ലേ? അവരെ ശിക്ഷിക്കുന്നതിന് മുൻപ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ആദ്യം വേണ്ടത്. അവൻ ശരത്തിനെയും വീണയെയും നോക്കി. നിങ്ങൾ രണ്ടുപേരും സ്കൂളിൽ വരുന്നത് എന്തിനാണ്? പഠിക്കാനല്ലേ? ജീവിതത്തിൽ മുന്നോട്ട് പോകാനല്ലേ? ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ തീരുമാനവും നിങ്ങളുടെ ഭാവിയെ ബാധിക്കും. ഒരു നിമിഷത്തെ വികാരത്തിൻ്റെ പേരിൽ ജീവിതം നഷ്ടപ്പെടുത്തരുത്. അവൻ്റെ ശബ്ദം ഇപ്പോഴും ശാന്തമായിരുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വിളിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്കൊരു അവസരം തരികയാണ്. പക്ഷേ അവൻ ശബ്ദം അല്പം കടുപ്പിച്ചു. ഇനി ഇതുപോലെ ഒരു പരാതി എൻ്റെ ചെവിയിലെത്തിയാൽ അപ്പോൾ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. സ്കൂളിൻ്റെ നിയമപ്രകാരം വേണ്ട നടപടികൾ ഞാൻ എടുക്കും. ശരത് ഉടൻ പറഞ്ഞു, സോറി സാർ, ഇനി ആവർത്തിക്കില്ല. വീണയും കണ്ണുനീർ തുടച്ചുകൊണ്ട് തലകുലുക്കി. ഇന്ദു പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നു. മേശപ്പുറത്തിരുന്ന വെള്ളക്കുപ്പിയെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് അവൾക്ക് നീട്ടി. ആദ്യം വെള്ളം കുടിക്കി. വീണ വിറയ്ക്കുന്ന കൈകൊണ്ട് ഗ്ലാസ് വാങ്ങി. കരയേണ്ട മോളെ, ഇനി പഠിപ്പിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ വാക്കുകൾ കേട്ടതോടെ വീണ വീണ്ടും കരച്ചിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഇന്ദു മെല്ലെ അവളുടെ തോളിൽ കൈവച്ചു. ആ കാഴ്ച കാശിനാഥൻ ഒരു നിമിഷം നോക്കി നിന്നു. ഇതുവരെ അവന് ഇന്ദു ഒരു സാധാരണ അധ്യാപിക മാത്രമായിരുന്നു. പക്ഷെ ആ നിമിഷം ആ കുട്ടിയുടെ മനസ്സ് തകരാതെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന അധ്യാപികയാണ് അവൻ കണ്ടത്. മീര അസ്വസ്ഥതയോടെ തലകുലുക്കി. ശരി സാർ, ഞാൻ പറഞ്ഞത് പറഞ്ഞു. ഇനി നിങ്ങളുടെ തീരുമാനം. അവൾ ഫയലെടുത്ത് തിരിഞ്ഞു നടന്നു. വാതിലിനടുത്തെത്തിയിട്ടും അവളുടെ മുഖത്തെ ദേഷ്യം മാറിയിരുന്നില്ല. വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് നടന്നു. മുറിയിൽ വീണ്ടും നിശബ്ദത. കാശിനാഥൻ മെല്ലെ പറഞ്ഞു, ഇന്ദുലേഖ ടീച്ചർ, വീണയെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി ഒന്ന് സമാധാനിപ്പിക്കൂ. ഇപ്പോൾ ക്ലാസ്സിലേക്ക് വിടണ്ട. ഇന്ദു തലകുലുക്കി. ശരി. പിന്നെ വീണയെ നോക്കി. വാ മോളെ.
രണ്ടുപേരും പതുക്കെ പുറത്തേക്ക് നടന്നു. വാതിലടഞ്ഞു. മുറിക്കുള്ളിൽ ഇനി അവശേഷിച്ചത് രണ്ടുപേർ മാത്രം. കാശിനാഥൻ ശരത്തിനെ നോക്കി. "നീ ഇവിടെ നിൽക്ക്." ശരത്ത് പതുക്കെ തലയുയർത്തി. കാശി കസേരയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. ക്യാബിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന കണ്ണുകൾ മെല്ലെ ശരത്തിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു. ക്ലാസ്സിലെ ബഹളവും എല്ലാം അവസാനിച്ചിരുന്നു. സ്റ്റാഫ് റൂമിലേക്ക് പോയ ടീച്ചർമാരുടെ ശബ്ദങ്ങൾ മാത്രം ഇടയ്ക്ക് ഇടനാഴിയിലൂടെ ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. മുറിക്കുള്ളിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത് ഒരു വിചിത്ര നിശബ്ദതയായിരുന്നു. ശരത്ത് തല കുനിച്ചു തന്നെ നിന്നു. കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് വിരലുകൾ തമ്മിൽ തിരുമ്മിക്കൊണ്ടിരുന്നു. ഭയവും കുറ്റബോധവും നിറഞ്ഞ മുഖം. കാശിനാഥൻ അവനെ കുറച്ചുനേരം ഒന്നും പറയാതെ നോക്കി. ആ മൗനം തന്നെ ശരത്തിന് വലിയ ശിക്ഷയായി തോന്നി. ഒടുവിൽ കാശി പതുക്കെ സംസാരിച്ചു. "പേര് ശരത്ത് അല്ലേ?" ശരത്ത് മെല്ലെ തലയാട്ടി. "അതെ സാർ." വീണ്ടും നിശബ്ദത. കാശി മേശയുടെ അരികിൽ ചാരി നിന്നു. രണ്ടു കൈയും നെഞ്ചിനു കുറുകെ കെട്ടി അവൻ ശരത്തിനെ നോക്കി. "ഭയമുണ്ടോ നിനക്ക്?" ആ ചോദ്യം കേട്ട് ശരത്ത് തലയുയർത്തി. അവൻ പ്രതീക്ഷിച്ചത് ശകാരമായിരുന്നു. പക്ഷെ ആ ശബ്ദത്തിൽ ദേഷ്യമില്ലായിരുന്നു. ശരത്തിന്റെ കണ്ണ് വീണ്ടും നിറഞ്ഞു. "ഉണ്ട് സാർ." "എന്തിനാ?" "വീട്ടിലറിഞ്ഞാ?" വാക്കുകൾ മുഴുവൻ പുറത്തു വന്നില്ല. കാശി ചെറിയൊരു ശ്വാസമെടുത്തു. "ശരത്, നിന്റെ പ്രായത്തിൽ ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളൊക്കെ തോന്നുന്നത് ഒരു കുറ്റമല്ല. ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നതും തെറ്റല്ല. പക്ഷേ ആ ഇഷ്ടം എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നതാണ് ഒരു മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത്." ശരത്ത് ശ്രദ്ധയോടെ കേട്ടുനിന്നു. "നിനക്കവളെ ശരിക്കും ഇഷ്ടമാണോ?" "അതെ സാർ." "എങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ?" ശരത്ത് മെല്ലെ തലയാട്ടി. "അറിയില്ല." കാശി ജനലരികിലേക്ക് നടന്നു. പുറത്ത് ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളെ നോക്കി. അവന്റെ മുഖത്ത് ഒരു നിമിഷം പഴയ ഓർമ്മകൾ മിന്നിമറഞ്ഞു. പിന്നെ അവൻ വീണ്ടും ശരത്തിന്റെ നേരെ തിരിഞ്ഞു. "നീ നന്നായി പഠിക്കണം. നല്ലൊരു ജോലി വാങ്ങണം. നിന്റെ വീട്ടുകാർക്കും അവളുടെ വീട്ടുകാർക്കും അഭിമാനത്തോടെ നിന്നെ നോക്കാൻ പറ്റുന്ന ഒരാളാവണം. അതിന് ശേഷവും നിനക്ക് അവളോട് ഇതേ ഇഷ്ടമുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടെ അവളെ ജീവിത പങ്കാളിയാക്കാൻ ശ്രമിക്കണം. അതാണ് ആണത്തം. അല്ലാതെ..." അവൻ ഒരു നിമിഷം നിർത്തി. "സ്കൂളിലെ ക്ലാസ് മുറിയിൽ ഒളിച്ചിരുന്ന് മറ്റുള്ളവരുടെ മുന്നിൽ അവളെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുന്നത് സ്നേഹമല്ല, അത് പക്വതയില്ലായ്മയാണ്." ശരത്തിന്റെ കണ്ണുനീർ കവിളുകളിലൂടെ ഒഴുകി. അവൻ മുഖം ഉയർത്താൻ പോലും മടിച്ചു. കാശി പതുക്കെ അടുത്തേക്ക് നടന്നു. "ശരത്, ഞാനും ഈ പ്രായം കഴിഞ്ഞു വന്ന ആളാണ്. ഈ പ്രായത്തിൽ മനസ്സ് എങ്ങോട്ടൊക്കെയോ പോകും. ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടും. അത് സ്വാഭാവികമാണ്. പക്ഷേ ജീവിതം മുഴുവൻ മുന്നിലുണ്ട്. ഇപ്പോൾ നീ എടുക്കുന്ന ഒരു തെറ്റായ തീരുമാനം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെയും ബാധിക്കും. അത് ഒരിക്കലും മറക്കരുത്." ശരത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. "സോറി സർ. ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല." കാശി അവന്റെ തോളിൽ പതുക്കെ കൈവച്ചു. "സോറി എന്നോട് പറയണ്ട. ആ കുട്ടിയോടും നിന്നോടും പറയ്. കാരണം വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് തിരികെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്." ശരത്ത് കണ്ണുനീർ തുടച്ചു. "ഞാൻ പഠിക്കും സാർ. ഇനി ഞാൻ ഒരു പരാതിയും വരുത്തില്ല." കാശി ചെറുതായി പുഞ്ചിരിച്ചു. അത് സ്കൂളിൽ വന്ന ശേഷം ആദ്യമായി അവന്റെ മുഖത്ത് തെളിഞ്ഞ പുഞ്ചിരിയായിരുന്നു. "അതാണ് എനിക്ക് കേൾക്കേണ്ടിയിരുന്നത്." അവൻ ശരത്തിന്റെ തോളിലൊന്ന് തട്ടി. "ചെല്ല്, ക്ലാസ്സിലേക്ക് പൊയ്ക്കോ. പക്ഷെ ഓർമ്മിക്കണം, ഇന്ന് ഞാൻ നിന്നെ വിശ്വസിച്ചാണ് വിടുന്നത്. ആ വിശ്വാസം തകർക്കരുത്." "ഇല്ല സാർ." ശരത്ത് വീണ്ടും തലയാട്ടി. കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ അവൻ പുറത്തേക്ക് നടന്നു. വാതിൽ തുറന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. "താങ്ക്സ് സാർ." കാശി ഒന്നും പറഞ്ഞില്ല. ചെറുതായി ഒന്ന് തലയാട്ടി. വാതിൽ മെല്ലെ അടഞ്ഞു. മുറിയിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. കാശിനാഥൻ പതുക്കെ ജനലരികിലേക്ക് നടന്നു. രണ്ടു കൈയും പോക്കറ്റിൽ ഇട്ട് പുറത്തേക്ക് നോക്കി നിന്നു. ഗ്രൗണ്ടിലൂടെ ഓടുന്ന കുട്ടികൾ, മരച്ചില്ലകളിലൂടെ വീശിയെത്തുന്ന കാറ്റ്, സ്കൂളിന്റെ മണിനാദം എല്ലാം അവന്റെ ഉള്ളിൽ എങ്ങോ ഒരു പഴയ ഓർമ്മയുടെ വാതിൽ തുറക്കുന്നത് പോലെ തോന്നി. അവന്റെ കണ്ണുകൾ പതിയെ മങ്ങി തുടങ്ങി. അന്ന് അച്ഛൻ പോയതിനു ശേഷം എന്നെയും ഇങ്ങനെ ഒരാൾ പിടിച്ചിരുത്തി സംസാരിച്ചിരുന്നെങ്കിൽ, ഞാൻ ചെയ്ത ഓരോ തെറ്റിനും ശിക്ഷ മാത്രം കിട്ടിയില്ലായിരുന്നെങ്കിൽ, ഒരാളെങ്കിലും ഇനിയും നിനക്ക് ജീവിതമുണ്ട് എന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ, ഇന്ന് ഞാനും വേറൊരു കാശിനാഥനായേനെ. ഒരു ദീർഘനിശ്വാസം അവന്റെ നെഞ്ചിൽ നിന്ന് പുറത്തു വന്നു.
ആ സമയത്താണ് വാതിലിൽ ഒരു ചെറിയ മുട്ടുകേട്ടത്. സാർ, ഇന്ദുവിൻ്റെ ശബ്ദമായിരുന്നു അത്. കാശി തിരിഞ്ഞു നോക്കി. വാതിലിനരികിൽ അല്പം മടിച്ച് ഇന്ദു അകത്തേക്ക് കയറി. അവളുടെ മുഖത്ത് നന്ദിയും ആശങ്കയും കലർന്നൊരു ഭാവം. സാർ, ഒരു കാര്യം പറയാനായിരുന്നു. കാശി ഒന്നും മിണ്ടിയില്ല. നോട്ടം മാത്രം അവളുടെ മുഖത്ത് പതിഞ്ഞു. ഇന്ദു പതുക്കെ പറഞ്ഞു, ശരത്തിൻ്റെ വീട്ടിൽ ഈ കാര്യം പറയണ്ട സാർ. ചിലപ്പോൾ അതൊരു വലിയ പ്രശ്നമാകും. ആ കുട്ടിയുടെ പഠിപ്പ് തന്നെ മുടങ്ങിപ്പോകും. അതിനാലാണ്. അവൾ വാക്ക് പൂർത്തിയാക്കാതെ നിർത്തി. കാശി മെല്ലെ ജനലിലേക്ക് തിരിഞ്ഞു. പുറത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ശാന്തമായി പറഞ്ഞു, ഇല്ല ടീച്ചറെ, ഞാൻ ആരോടും പറയില്ല. ഒരു നിമിഷം നിശബ്ദമായി നിന്ന ശേഷം അവൻ തുടർന്നു, ശിക്ഷിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആർക്കും കഴിയും. പക്ഷേ അത് തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താനുള്ള അവസരം കൊടുക്കാൻ എല്ലാവർക്കും കഴിയില്ല. ആ അവസരം കിട്ടിയ പല ജീവിതങ്ങളും മാറും. ഇന്ദു ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. അവൾ ഇതുവരെ കണ്ടിരുന്ന കാശിനാഥൻ ഇതായിരുന്നില്ല. ക്ലബിന് മുന്നിൽ കൂട്ടുകാരോടൊപ്പം സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന, എല്ലാവരോടും ദേഷ്യത്തിൽ മാത്രം സംസാരിക്കുന്ന ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വശം ഉണ്ടായിരുന്നോ? ആ ചിന്ത അവളുടെ മനസ്സിൽ ആദ്യമായി ശക്തമായി പതിഞ്ഞു. ഇന്ദു അപ്പോഴും അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ മുഖത്ത് ആശയക്കുഴപ്പമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബസ് സ്റ്റോപ്പിന് മുന്നിലൂടെ ബുള്ളറ്റ് ചീറിപ്പായിച്ച് പടലങ്ങൾ ഉയർത്തി കൂളിംഗ് ഗ്ലാസ് വെച്ച് അഹങ്കാരത്തോടെ പോയ ആ മനുഷ്യൻ ഇപ്പോഴിതാ ഒരു കുട്ടിയുടെ ഭാവി നശിക്കാതിരിക്കാൻ അത്രയും ശ്രദ്ധയോടെ സംസാരിക്കുന്നു. അത് രണ്ടും ഒരു മനുഷ്യനാണെന്ന് വിശ്വസിക്കാൻ തന്നെ അവൾക്ക് പ്രയാസമായി. കാശിനാഥൻ പതിയെ തിരിഞ്ഞു. ഇന്ദു ഇപ്പോഴും അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ടീച്ചർ, ഇന്ദു ഒന്ന് ഞെട്ടി. സാർ, വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഇല്ല. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. വീണ്ടും പഴയ ഗൗരവം. വീണ്ടും അതേ കർക്കശമായ ശബ്ദം. ഒരു നിമിഷം മുമ്പ് മനസ്സ് തുറന്ന് സംസാരിച്ച ആളാണെന്ന് പോലും തോന്നാത്ത വിധം അവൻ്റെ മുഖം വീണ്ടും നിർവികാരമായി. ഇന്ദു പതിയെ തലയാട്ടി. ശരി സാർ. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് കാശി വീണ്ടും വിളിച്ചത്. ടീച്ചർ. ഇന്ദു വീണ്ടും തിരിഞ്ഞു. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ സ്കൂളിൻ്റെ ആനുവൽ ഡേ. പ്രിൻസിപ്പൽ സാർ ഇല്ലാത്തതുകൊണ്ട് ഇത്തവണ പരിപാടികളുടെ ഉത്തരവാദിത്തം മുഴുവൻ എൻ്റേതാണ്. അവൻ മേശപ്പുറത്തിരുന്ന ഒരു ഫയൽ തുറന്ന് കുറച്ച് പേപ്പറുകൾ എടുത്തു. ഇതിൽ പ്രോഗ്രാമുകളുടെ പ്രാഥമിക ലിസ്റ്റും കുറച്ച് നോട്ടീസുകളുമുണ്ട്. സ്റ്റാഫ് റൂമിൽ എല്ലാവർക്കും കൊടുക്കണം. പിന്നെ ഒരു നിമിഷം പേപ്പറിലേക്ക് നോക്കി പതിയെ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. ആരും മറക്കരുത്. എല്ലാവരെയും അറിയിക്കണം. ഇന്ദു ഫയൽ വാങ്ങി. ശരി സാർ, ഞാൻ പറഞ്ഞോളാം. കാശി ചെറിയൊരു തലയാട്ടൽ മാത്രം നൽകി. വീണ്ടും ജനലരികിലേക്ക് നടന്നു. സംസാരം കഴിഞ്ഞുവെന്ന സൂചന പോലെ ഇന്ദു പതുക്കെ പുറത്തേക്കിറങ്ങി. വാതിൽ മെല്ലെ അടഞ്ഞു. സ്റ്റാഫ് റൂമിലേക്കുള്ള ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ഇന്ദുവിൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. അവളുടെ ചുവടുകൾ പതുക്കെയായി. കയ്യിലിരുന്ന നോട്ടീസുകൾ പോലും അവൾ മറന്നുപോയിരുന്നു. മനസ്സിൽ മുഴുവൻ കാശിനാഥൻ്റെ മുഖമായിരുന്നു. ഇയാൾ ശരിക്കും ആരാണ്? അവൾ മനസ്സിൽ തന്നെ ചോദിച്ചു. ഞാൻ ഇതുവരെ കണ്ടത് ആരെയായിരുന്നു? ക്ലബിന് മുന്നിൽ കൂട്ടുകാരോടൊപ്പം നിൽക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന, എല്ലാവരോടും ദേഷ്യത്തിൽ മാത്രം സംസാരിക്കുന്ന ആ കാശിനാഥൻ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ ഭാവി നശിക്കാതിരിക്കാൻ ഇത്രയും പക്വതയോടെ സംസാരിച്ച ഈ മനുഷ്യൻ? രണ്ടും ഒരാളാണെന്ന് എങ്ങനെ ഞാൻ വിശ്വസിക്കും? അവൾ അറിയാതെ ദീർഘശ്വാസം ഇട്ടു. മീര പറഞ്ഞതുപോലെ വെറും തെമ്മാടിയാണെങ്കിൽ ഇത്രയും മനസ്സിലാക്കി സംസാരിക്കാൻ പറ്റുമോ? അടുത്ത നിമിഷം തന്നെ അവൾ സ്വന്തം ചിന്തയെ തടഞ്ഞു. അല്ല, അതുകൊണ്ടൊന്നും ഒരാളെ അളക്കാൻ പറ്റില്ല. പുറത്തു കാണിക്കുന്ന സ്വഭാവം വേറെയായിരിക്കും. അതുമാത്രം നോക്കി നല്ലവനാണെന്ന് പറയാനും പറ്റില്ല. എന്നാലും അവൻ്റെ അവസാന വാക്കുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ മുഴങ്ങി. ശിക്ഷിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും എല്ലാവർക്കും പറ്റും. പക്ഷേ തെറ്റുതിരുത്താനുള്ള അവസരം കൊടുക്കാൻ എല്ലാവർക്കും പറ്റില്ല. ആ വാക്കുകളിൽ എന്തോ ഒരു അനുഭവത്തിൻ്റെ ഭാരമുണ്ടായിരുന്നു. അത് വെറും ഉപദേശം മാത്രമായിരുന്നില്ല. ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരാളുടെ വാക്കുകൾ പോലെയായിരുന്നു. ഇന്ദുവിന് അതെന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ആ മനുഷ്യനെക്കുറിച്ച് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം ആദ്യമായി ഒരു ചെറിയ വിള്ളൽ വീഴാൻ തുടങ്ങിയിരുന്നു. അവൾ സ്റ്റാഫ് റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അധ്യാപകർ ഓരോരുത്തരും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
ഇന്ദുവിനെ കണ്ടതും എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് തിരിഞ്ഞു. അവൾ കയ്യിലിരുന്ന നോട്ടീസുകൾ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, സാറിന്റെ നിർദ്ദേശമാണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും പങ്കെടുക്കണം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവളുടെ മനസ്സിന്റെ ഒരു കോണിൽ ജനലരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന കാശിനാഥന്റെ രൂപം മായാതെ നിന്നു. സ്കൂളിന്റെ വലിയ മതിൽ ഘടികാരത്തിലെ സൂചി പതുക്കെ 4 മണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അവസാന ബെല്ലടിച്ചതോടെ കുട്ടികളുടെ ശബ്ദം പതിയെ സ്കൂൾ മുറ്റത്ത് നിന്ന് അകന്നുപോയി. രാവിലെ മുതൽ നിറഞ്ഞു കവിഞ്ഞിരുന്ന വരാന്തകൾ ഇപ്പോൾ ഏതാണ്ട് ശാന്തമായിരുന്നു. ഇടയ്ക്കിടെ ഏതെങ്കിലും ടീച്ചർ റെക്കോർഡ് രജിസ്റ്ററുമായി സ്റ്റാഫ് റൂമിലേക്ക് നടക്കുന്നതും പ്യൂൺ രാജൻ കസേരകൾ കോൺഫറൻസ് ഹാളിലേക്ക് മാറ്റുന്നതും മാത്രമാണ് കാണാനുണ്ടായിരുന്നത്. ഇന്ദു സ്റ്റാഫ് റൂമിലിരുന്ന് രജിസ്റ്റർ അടച്ചു വെച്ചു. അവളുടെ മുന്നിലിരുന്ന് മീര ഒരു ദീർഘനിശ്വാസം വിട്ടു. എടി, ഇന്നാണ് ആദ്യ മീറ്റിംഗ്. എന്തൊക്കെയാണാവോ ഇനി പറയാൻ പോകുന്നത്? സുമ ടീച്ചർ ചിരിച്ചു. അയ്യോ എൻ്റെ മീരേ, രാവിലെ മുതൽ നീ ആ മനുഷ്യനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. പറയാതിരിക്കാനാവുമോ ടീച്ചറെ? മീര മുഖം ചുളിച്ചു. എനിക്ക് ഇന്നത്തെ ദിവസം തന്നെ മടുത്തു. അവിടെ ഉണ്ടായിരുന്ന 2-3 ടീച്ചർമാരും ചിരിച്ചു. രാജേഷ് സാർ വാച്ചിലേക്ക് നോക്കി. ഇനി 5 മിനിറ്റ് ഉണ്ട്, പോകാം. അല്ലെങ്കിൽ പുതിയ സാർ ആദ്യ ദിവസം തന്നെ നമുക്ക് ക്ലാസ് എടുത്തു തരും. വീണ്ടും ചെറിയൊരു ചിരി. എല്ലാവരും പതിയെ എഴുന്നേറ്റ് കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു. കോൺഫറൻസ് ഹാളിൽ വലിയ ഓവൽ ടേബിളിന് ചുറ്റുമായി കസേരകൾ നിരത്തിയിരുന്നു. മുൻവശത്ത് പ്രൊജക്ടർ സ്ക്രീൻ. അതിന് തൊട്ടു മുന്നിൽ പ്രിൻസിപ്പാളിന്റെ കസേര. കാശിനാഥൻ ഇതുവരെ വന്നിരുന്നില്ല. കണ്ടോ? മീര മെല്ലെ ഇന്ദുവിന്റെ ചെവിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ആള് വൈകും. ഇന്ദു ഒന്നും പറഞ്ഞില്ല. അതേസമയം ഹാളിന് പുറത്തുനിന്ന് ഇടനാഴിയിൽ ഷൂസിന്റെ ശബ്ദം കേട്ടു. സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഒരുമിച്ച് വാതിലിലേക്ക് നോക്കി. കയ്യിൽ ഫയലും എടുത്ത് കാശിനാഥൻ അകത്തേക്ക് നടന്നു വന്നു. അവൻ ആരെയും നോക്കി ചിരിച്ചില്ല. ആരോടും ഗുഡ് ഈവനിങ് പറഞ്ഞില്ല. വന്ന് തൻ്റെ കസേരയിൽ ഇരുന്നു. മുന്നിലിരുന്ന ഫയൽ തുറന്ന് സമയം നോക്കി. 4 മണി. അവനൊരു വാക്കുപോലും പറഞ്ഞില്ല. ഹാളിൽ നിശബ്ദത നിറഞ്ഞു. അതേസമയം പുറത്തുനിന്ന് 2 ടീച്ചർമാർ ചിരിച്ചുകൊണ്ട് നടന്നു വന്നു. ഒരാൾ ഫോൺ സംസാരിക്കുകയായിരുന്നു. അവർ അകത്തു കയറി സീറ്റ് പിടിച്ചു. സമയം 4:04. കാശിനാഥൻ പതുക്കെ ഫയൽ അടച്ചു. മുന്നിലിരുന്ന എല്ലാവരെയും ഒന്ന് നോക്കി. മുഖത്ത് ദേഷ്യമില്ല. പക്ഷേ ആ നോട്ടം മാത്രം മതി ഹാൾ വീണ്ടും നിശബ്ദമാകാൻ. എല്ലാവരും വന്നോ? അവന്റെ ശബ്ദം ശാന്തമായിരുന്നു. രാജൻ പുറത്തുനിന്ന് പറഞ്ഞു. സാർ, എല്ലാവരും എത്തിയിട്ടുണ്ട്. കാശി മെല്ലെ എഴുന്നേറ്റു. 2 കൈകളും മേശപ്പുറത്ത് വെച്ച് എല്ലാവരെയും നോക്കി. ഇന്ന് 4 മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. ഞാൻ സമയം തെറ്റിച്ച് പറഞ്ഞതാണോ? മൗനം. അല്ലെങ്കിൽ 4 മണി എന്നത് 4 മണി 5 മിനിറ്റ് എന്നാണോ ഈ സ്കൂളിലെ അർത്ഥം? ഹാളിലിരുന്നവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. മീരയ്ക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. കാശി തുടർന്നു. ഞാൻ ആദ്യ ദിവസം ആയതുകൊണ്ട് പറയാണ്. നമ്മൾ അധ്യാപകരാണ്. ഒരു കുട്ടി 5 മിനിറ്റ് വൈകിയാൽ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് വൈകി? അതേ ചോദ്യം അധ്യാപകരോട് ആരും ചോദിക്കില്ല എന്നതുകൊണ്ട് വൈകുന്നത് ഒരു ശീലമാക്കരുത്. അവന്റെ ശബ്ദം ഇപ്പോഴും ഉയർന്നിരുന്നില്ല. പക്ഷേ ഓരോ വാക്കിനും ഭാരമുണ്ടായിരുന്നു. അവൻ മെല്ലെ നടന്ന് ജനലരികിൽ ചെന്നു. ഗ്രൗണ്ടിൽ കളിക്കുന്ന അവസാനത്തെ കുറച്ച് കുട്ടികളെ നോക്കി. കുട്ടികൾ നമ്മൾ പറയുന്നത് കേട്ടല്ല വളരുന്നത്, നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് വളരുന്നത്. നമ്മൾ സമയത്തിന് എത്തുന്നില്ലെങ്കിൽ അവർ എന്തിനാണ് സമയത്തിന് എത്തേണ്ടത്? ആ വാക്കുകൾ കേട്ടപ്പോൾ ഹാളിലെ പലരും തല താഴ്ത്തി. ഇന്ദു അറിയാതെ കാശിയെ നോക്കി. രാവിലെ കുട്ടികളുടെ വിഷയത്തിൽ സംസാരിച്ച അതേ പക്വത ഇപ്പോഴും അവന്റെ വാക്കുകളിലുണ്ടായിരുന്നു. കാശി വീണ്ടും ടേബിളിനരികിലേക്ക് നടന്നു. എനിക്ക് ആരോടും വ്യക്തിപരമായ പ്രശ്നമില്ല. പക്ഷേ ഈ സ്കൂളിൽ 2 മാസം ഞാൻ ചുമതല നോക്കുന്ന കാലം ചില കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അവൻ ഫയൽ തുറന്നു. ഒന്നാമത് സമയനിഷ്ഠ, രണ്ടാമത് കുട്ടികളുടെ സുരക്ഷ, മൂന്നാമത് ക്ലാസ് സമയത്ത് ഒരു അധ്യാപകനും സ്റ്റാഫ് റൂമിൽ അനാവശ്യമായിരിക്കരുത്. മീര പതിയെ സുമ ടീച്ചറെ നോക്കി. സുമ ടീച്ചർ മെല്ലെ ചിരിച്ചു. അവൻ തുടർന്നു. ഇത് നിയമങ്ങളല്ല, ഇതൊരു സ്കൂൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ട ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളാണ്. ഇത് പാലിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇപ്പോൾ തന്നെ എന്നോട് പറയാം. ആരും ഒന്നും മിണ്ടിയില്ല.
അവൻ ഹോളാകെ ഒന്ന് നോക്കി. അവസാനം അവൻ്റെ നോട്ടം ഒരു നിമിഷം ഇന്ദുവിൽ വന്നു നിന്നു. ഇന്ദു പെട്ടെന്ന് കണ്ണു മാറ്റി. ആ നിമിഷം മീര അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ സുമ ടീച്ചർ അത് ശ്രദ്ധിച്ചു. അവർ ചെറിയൊരു കൗതുകത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. കാശി വീണ്ടും സംസാരിച്ചു തുടങ്ങി. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ സ്കൂളിൻ്റെ വാർഷികാഘോഷമാണ്. സമയം കുറവാണ്. അതുകൊണ്ട് ഓരോ വിഭാഗത്തിനും പ്രത്യേക ചുമതലകൾ ഞാൻ കൊടുക്കും. ഹാളിലെ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു തുടങ്ങി. കോൺഫറൻസ് ഹാളിൽ വീണ്ടും നിശബ്ദത പടർന്നു. കാശിനാഥൻ മുന്നിലിരുന്ന ഫയൽ മെല്ലെ തുറന്നു. ഓരോ പേജും മറിച്ചു നോക്കിക്കൊണ്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി. അടുത്ത വെള്ളിയാഴ്ചയാണ് വാർഷികാഘോഷം. അതായത് നമ്മൾക്കാകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സമയം കൊണ്ട് എല്ലാം കൃത്യമായി പൂർത്തിയാക്കണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. അവൻ മുന്നിലിരുന്ന അധ്യാപകരുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ ആരെയും അനാവശ്യമായി ബുദ്ധിമുട്ടിക്കാൻ വരില്ല. പക്ഷേ ഏൽപ്പിക്കുന്ന ജോലി സമയത്ത് തീരണം. അതുമാത്രം എനിക്ക് നിർബന്ധമാണ്. ആരും ഒന്നും പറഞ്ഞില്ല. അവൻ തുടർന്നു. ഡാൻസ്, പാട്ട്, നാടകം, ആങ്കറിംഗ്, റിസപ്ഷൻ, സ്റ്റേജ് ഡെക്കറേഷൻ ഓരോ വിഭാഗത്തിനും ഓരോ ടീച്ചർമാർക്ക് ചുമതല കൊടുക്കും. അവൻ ഫയലിൽ നിന്ന് ഒരു ലിസ്റ്റ് എടുത്തു. ആദ്യം കൾച്ചറൽ പ്രോഗ്രാം. ഇന്ദുലേഖ ടീച്ചർ. ഇന്ദു മെല്ലെ എഴുന്നേറ്റു. യെസ് സർ. കുട്ടികളെ സെലക്ട് ചെയ്യുന്നതും റിഹേഴ്സൽ സ്കെഡ്യൂൾ ചെയ്യുന്നതും ടീച്ചർ നോക്കണം. ഓരോ ദിവസത്തെയും പ്രോഗ്രസ് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. ശരി സർ. ഇന്ദു വീണ്ടും ഇരുന്നു. കാശി അടുത്ത പേര് വായിച്ചു. മീര ടീച്ചർ. മീര എഴുന്നേറ്റു. സ്റ്റേജ് കോർഡിനേഷനും ആങ്കറിംഗ് ടീമും ടീച്ചർ നോക്കണം. ശരി. മീരയുടെ മറുപടി ചെറുതായിരുന്നു. കാശി അത് ശ്രദ്ധിച്ചു. പക്ഷെ ഒന്നും പറഞ്ഞില്ല. അവൻ ഓരോരുത്തർക്കും ചുമതലകൾ കൊടുത്തുകൊണ്ടിരുന്നു. അരമണിക്കൂറോളം നീണ്ട മീറ്റിംഗിൽ ഒരിക്കൽ പോലും അവൻ വിഷയം വിട്ട് സംസാരിച്ചില്ല. ഓരോ കാര്യവും വ്യക്തമായി തന്നെ പറഞ്ഞു. അവസാനം ഫയൽ അടച്ച് അവൻ എഴുന്നേറ്റു. ഇനി ഒരു കാര്യം കൂടി. എല്ലാവരും വീണ്ടും ശ്രദ്ധിച്ചു. ഈ സ്കൂളിൽ ഒരു ടീച്ചർ ഒറ്റയ്ക്കൊരു പരിപാടി നടത്തി വിജയിപ്പിക്കില്ല. എല്ലാവരും ഒരുമിച്ചാണ് വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്റ്റാഫ് റൂമിൽ തന്നെ അവസാനിക്കണം. കുട്ടികളുടെ മുന്നിൽ ഒരു അധ്യാപകൻ മറ്റൊരു അധ്യാപകനെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവരുത്. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ മുഖമൊന്ന് മാറി. രാവിലെ സംഭവിച്ചത് അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. കാശി ആരെയും നോക്കാതെ പറഞ്ഞു. ഇന്നത്തേക്ക് ഇത്രയും മതി. നാളെ മുതൽ റിഹേഴ്സൽ തുടങ്ങാം. താങ്ക് യു. അവൻ ഫയലെടുത്ത് പുറത്തേക്ക് നടന്നു. ഹാളിലിരുന്നവർ കുറച്ചു നിമിഷം അനങ്ങാതെ ഇരുന്നു. പിന്നെ ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അതെ, ആളൊരു കടുപ്പക്കാരനാണ്. ജോലിയിൽ പക്ഷെ ഒരു വിട്ടുവീഴ്ചയില്ല. മീര കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എനിക്കിപ്പോഴും ഇയാൾ അത്ര പിടിച്ചിട്ടില്ല. പക്ഷേ അവൾ വാക്കൊന്ന് നിർത്തി. സുമ ടീച്ചർ ചിരിച്ചു. പക്ഷെ എന്താ? ഒന്നുമില്ല. മീര ഒഴിഞ്ഞു മാറി. ഇന്ദു അതുവരെ ഒന്നും സംസാരിച്ചിരുന്നില്ല. അവൾ മേശപ്പുറത്ത് കിടന്നിരുന്ന ഫയൽ എടുത്തു. ഇന്ദു, മീര വിളിച്ചു. വാ, സ്റ്റാഫ് റൂമിലേക്ക് പോകാം. നീ പോയിക്കോ. ഞാനിതൊന്ന് ഓഫീസിൽ കൊടുത്തിട്ട് വരാം. ശരി. മീരയും ബാക്കിയുള്ള അധ്യാപകരും പുറത്തേക്ക് നടന്നു. കോൺഫറൻസ് ഹാളിൽ ഇപ്പോൾ ഇന്ദു മാത്രമായി. അവൾ ഫയലുകൾ നെഞ്ചോട് ചേർത്ത് പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിലേക്ക് നടന്നു. വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. അവൾ മെല്ലെ മുട്ടി. മേ കമിൻ സർ? അകത്ത് നിന്ന് ശാന്തമായ ശബ്ദം. കം. ഇന്ദു അകത്തേക്ക് കയറി. കാശിനാഥൻ ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അകത്തു കയറിയത് പോലും ശ്രദ്ധിക്കാതെ അവൻ പറഞ്ഞു. ഫയൽ അവിടെ വെച്ചാൽ മതി. ഇന്ദു ഫയൽ മേശപ്പുറത്ത് വെച്ചു. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ദുലേഖ ടീച്ചർ. അവൾ തിരിഞ്ഞു. യെസ് സർ. കാശി കുറച്ചു നിമിഷം അവളെ നോക്കി. കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ കുട്ടികളുടെ ലിസ്റ്റ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് കിട്ടണം. റിഹേഴ്സൽ എപ്പോഴാണ് തുടങ്ങുന്നത്, ആരൊക്കെ പങ്കെടുക്കും, ഏതൊക്കെ പരിപാടികളാണ്, എല്ലാം വിശദമായി. ഓക്കെ സർ. പിന്നെ അവനൊരു നിമിഷം നിർത്തി. ഇന്ന് ക്ലാസ്സിൽ നടന്ന സംഭവം. ഇന്ദുവിൻ്റെ മുഖം മാറി. ആ കുട്ടികളെ ശ്രദ്ധിക്കണം. അവർക്ക് ആരും ഒരു ലേബൽ കൊടുക്കാതിരിക്കാൻ നോക്കണം. ഈ പ്രായത്തിൽ ഒരു തെറ്റ് പറ്റിയെന്ന് കരുതി അവരുടെ ആത്മവിശ്വാസം തകർക്കരുത്. ഇന്ദു ആദ്യമായി അവൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ആ വാക്കുകൾ വെറും ഔപചാരികതയല്ലെന്ന് അവൾക്ക് തോന്നി. ഞാൻ ശ്രദ്ധിക്കാം സാർ. ചെറിയൊരു നിശബ്ദത. സർ, എനിത്തിങ് എൽസ്? കാശി തലകുലുക്കി. ദാറ്റ്സ് ഓൾ, താങ്ക് യു. ഇന്ദു പുറത്തേക്ക് നടന്നു. വാതിൽ അടച്ച ശേഷം അവൾ കുറച്ചു നിമിഷം അവിടെ തന്നെ നിന്നു.
മനസ്സിലൊരു ചിന്ത മാത്രം, ഇയാളെ ഞാൻ വിചാരിച്ച പോലെയല്ല. അകത്ത് കാശി വീണ്ടും ലാപ്ടോപ്പ് തുറന്നു. പക്ഷേ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നിട്ടും അവൻ്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. അറിയാതെ അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. സ്കൂൾ മുറ്റത്ത് ദൂരെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു പോകുന്ന ഇന്ദുവിനെ നോക്കി അവൻ അങ്ങനെ ഇരുന്നു. തുടരും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പ് കൂടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. ബൈ.